ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങളുമായി പെരൂർക്കടയിൽ നിന്ന്. ഷഫീദിനെ കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാൻ ഭാവത്തിന്റെ ശബ്ദമൊക്കെ പോയി. അതെ അതെ. അപ്പോൾ ഷഫീദിന് പറഞ്ഞു തുടങ്ങാം. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട, ഞങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പ്രേക്ഷകരും കാണുന്നുണ്ട്. ഷഫീദ്, സ്ഥാനാർത്ഥികൾ എപ്പോൾ എത്തും? തിരുവനന്തപുരത്ത് കലാശക്കൊട്ടിന്റെ ആവേശപോര് അതിന്റെ എല്ലാവിധ ഉയരങ്ങളിലേക്കും പോവുകയാണ്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 3 മുന്നണികളുടെയും പ്രവർത്തകർ ഇതിനോടകം തന്നെ പെരൂർക്കടയിൽ എത്തിച്ചേർന്ന ശക്തി പ്രകടനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മണിക്കൂറായി പെരൂർക്കട ജംഗ്ഷൻ അക്ഷരാർത്ഥത്തിൽ വാഹനങ്ങളടക്കം നിശ്ചലമായിക്കൊണ്ടുള്ള ഒരു കേളികൊട്ട്, ജനാധിപത്യത്തിന്റെ കേളികൊട്ടാണ് പെരൂർക്കടയിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാനാകുന്നത്. ആര് വാഴും ആര് വീഴും ഈ ചോദ്യമൊന്നും ഈ ഘട്ടത്തിൽ അതൊന്നും പ്രസക്തമല്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശപൂരം അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അത് പരമാവധി പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക കാര്യം. നമ്മൾ ആവർത്തിച്ചെടുത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം അത്യന്തം ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു മണ്ഡലം, അത്യന്തം സസ്പെൻസുകൾ നിറഞ്ഞൊരു മണ്ഡലം. ആ മണ്ഡലത്തിൽ പല ട്വിസ്റ്റുകളും പ്രതീക്ഷിക്കുമ്പോൾ ആ ട്വിസ്റ്റുകൾക്ക് മുൻപേ കൊട്ടിക്കലാശത്തിൽ ആവേശപ്രകടനം അരങ്ങേറുന്നു. വിവിധ കലാപരിപാടികൾ, അതിനപ്പുറത്തേക്ക് വലിയ വാഹനത്തിൽ സ്ഥാനാർത്ഥികളെ കയറ്റി ഉയർത്തി കലാശക്കൊട്ടിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ ഒരു ശക്തി പ്രകടനത്തിന് കൂടി തയ്യാറെടുക്കുന്നു പെരൂർക്കട എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആകാശ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ആളുകൾ പെരൂർക്കടയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. പെരൂർക്കടയിൽ അവരുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ശക്തി പ്രകടനവുമായി എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഈ ശക്തി പ്രകടനത്തിൽ പങ്കുചേരാനെത്തുന്നു. തിരുവനന്തപുരം പോലെ തലസ്ഥാന മണ്ഡലത്തിൽ ക്ലൈമാക്സിൽ ട്വിസ്റ്റുകൾ ഏറെയുള്ള ഒരു മണ്ഡലത്തിൽ, അൺപ്രഡിക്റ്റബിൾ ആയ ഒരു മണ്ഡലത്തിൽ ഇതിനുമപ്പുറം എന്താവേശ പോര്, എന്ത് കലാശക്കൊട്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള കലാശക്കൊട്ട് ഇവിടെ കാണാം. ഒരു മുന്നണിയും പിന്നിലല്ല, ഒരു മുന്നണിയും ഇതുമായി ബന്ധപ്പെട്ട് പുറകിലുമല്ല. 3 മുന്നണികളും അവരുടെ ജനാധിപത്യ ശക്തി പ്രകടനം കാഴ്ചവെക്കുന്നു. ഇവിടെ അല്പസമയത്തിനുള്ളിൽ സ്ഥാനാർത്ഥികൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ കലാശക്കൊട്ടിന് മറ്റൊരു രൂപം കൈവരിക്കും. അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കേളികൊട്ടി കയറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ നമുക്കിപ്പം ചേർന്നത്